So dear students, welcome back to my channel. Today we are going to discuss about most relevant topic in these days, viruses. So in this chapter we will discuss about structure of virus, types of virus, shape of virus, and how a virus infect an organism. So viruses are discovered by Dmitry Ivanovsky, 1892. So how we can define a virus? They are infectious, they can cause infection, they act intracellularly or acts within the cell, and are obligate parasites. So they are true parasites. They can live only as parasites on a host cell with subcellular level of organization. This means നമ്മളൊരു സെല്ലെന്ന് പറയുമ്പോൾ സെൽ വാള് ഉണ്ടെങ്കിൽ സെൽ വാള് പ്ലാസ്മ മെംബ്രെയിൻ, സൈറ്റോപ്ലാസം, മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൽസ്, ന്യൂക്ലിയസ്, ഇങ്ങനെയാണ് നമ്മളൊരു സെല്ലിനെ ഡിഫൈൻ ചെയ്യാറ്. So if you look at the structure of virus, you cannot see this level of organization. So അവർക്ക് ആകെ ഉള്ളത് ഒരു ജനറ്റിക് മെറ്റീരിയലും പ്രോട്ടീൻ കോട്ടും. ഇഫ് സം വൈറസിന് നമുക്ക് അഡീഷണലായിട്ട് ഒരു എൻസൈമും കൂടിയും പ്രസൻ്റ് ആയിരിക്കും. അതല്ലാതെ വേറെ ഒന്നും അതിനകത്തില്ല. സോ നമുക്കൊരു സെല്ലിൻ്റെ സ്റ്റാറ്റസിൽ ഇതിനെ പറയാൻ പറ്റില്ല. കാരണം സെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എങ്ങനെയാണ് ഓർഗനൈസേഷൻ ഉള്ളത് അതുപോലെയല്ല ഇതിൻ്റെ ഓർഗനൈസേഷൻ ഉള്ളത്. സോ സബ് സെല്ലുലാർ, നമ്മൾ സബ് ഫൈലം, സബ് ക്ലാസ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ സബ് ലെവലാണ്, അഥവാ ജസ്റ്റ് ബിലോ ദാറ്റ് സെല്ലുലാർ സ്റ്റാറ്റസ്, അതിൻ്റെ ആ സ്റ്റാറ്റസിൻ്റെ ജസ്റ്റ് താഴെയായിട്ടാണ് അതിൻ്റെ ഓർഗനൈസേഷൻ വരുന്നത്. വിത്തൗട്ട് പ്രോട്ടോപ്ലാസം ആൻഡ് സെൽ ഓർഗനൽസ് ആൻഡ് മോളിക്കുലാർ മെഷീനറീസ് ഫോർ മെറ്റബോളിസം ആൻഡ് പ്രോട്ടീൻ പ്രൊഡക്ഷൻ. സോ ദേ കനോട്ട് സിന്തസൈസ് protein by themselves. For that they will depend host cell and cellular machineries for their protein production. അപ്പോൾ സ്വന്തമായിട്ട് അവർക്ക് ഇത് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. ഡിപ്പെൻഡ്സ് ഹോസ്റ്റ് സെൽ ഫോർ ദിസ് പർപ്പസ്. ഇതിനൊക്കെ വേണ്ടിയിട്ട് അവരെയാണ് സഹായിക്കുന്നത്. സോ എല്ലാം ഇതിനകത്തുണ്ട് ഈ ഒരു ഡെഫിനിഷനകത്ത്. ഇനി when you look at the genetic material may be DNA or RNA. RNA or DNA may be single stranded or double stranded ആയിട്ടുള്ളതും കാണാറുണ്ട്. Then nucleic acid or their genetic material is encircled by a protein coat which is known as capsid. So this is actually the structure of virus. A genetic material which is coated by a protein coat which is known as capsid. So the whole protein coat around the genetic material is known as capsid, and their individual subunits are known as capsomeres. So individual subunit of the capsid coat is capsomere. Okay. In this slide we are going to explain about the other characteristics of virus. In the infection stage of virus, you can see an eclipse phase. So it is represented below. Eclipse phase. What is eclipse phase? So in the first stage, virus attach on the surface of host cell, and entry of the virus, here it is a phage, entry of phage into the host cell and degradation of host genetic material, then synthesis of their own product. സോ ഫസ്റ്റ് നിങ്ങൾ അറ്റാച്ച്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന വൈറസിൻ്റെ അല്ലെങ്കിൽ ബാക്ടീരിയോഫേജ് എന്ന് പറയുന്നത് ഒരു വൈറസാണ്. അതിൻ്റെ സ്ട്രക്ചർ നോക്കുക. അതിനകത്തൊരു ഹെഡ് ഉണ്ട്, ഒരു ടെയിലുണ്ട്, പിന്നെ ഒരു ടെയിൽ ഫൈബേഴ്സ് ഉണ്ട്, അഥവാ അറ്റാച്ച്മെൻറ്റിന് വേണ്ടി സഹായിക്കുന്ന കാല് പോലത്തെ സാധനങ്ങളുണ്ട്.
ഇതാണ് അവരുടെ സ്ട്രക്ചർ. അപ്പോൾ അവർ ഹോസ്റ്റ് സെല്ലിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ ഈ സ്ട്രക്ചർ മൊത്തം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹോസ്റ്റിൻ്റെ മെഷീനറീസ്, രണ്ടാമത്തെ സ്റ്റെപ്പിൽ അവർ ഹോസ്റ്റിൻ്റെ മെഷീനറീസ് മൊത്തം ഉപയോഗിക്കുന്നു. എന്നിട്ട് ഈ സ്ട്രക്ചേഴ്സൊക്കെ ഉണ്ടാക്കും, പക്ഷേ സെപ്പറേറ്റ് യൂണിറ്റുകളായിട്ടാണ് ഉണ്ടാക്കുക. സോ വൈറസിൻ്റെ സെൽ സൈക്കിളിനകത്ത് അത് അതിൻ്റെ ഇൻഡിവിജ്വൽ കമ്പോണൻസ് ആയിട്ട് ബ്രേക്ക് ചെയ്യപ്പെടുന്ന ഈ ഒരു അവസ്ഥയാണ് എക്ലിപ്സ് ഫേസ്. അഥവാ ഫസ്റ്റ് അറ്റാച്ച്മെൻറ്റിന് ഉപയോഗിച്ച വൈറസ് അതിൻ്റെ കമ്പോണൻസ് ആയിട്ട് മൂന്നാമത്തെ സ്റ്റെപ്പിൽ കമ്പോണൻസ് ആയിട്ട് വേർതിരിഞ്ഞ് പല 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 പാർട്ടുകളായിട്ട് മാറുന്ന ആ ഒരു ഫേസാണ് എക്ലിപ്സ് ഫേസ് എന്ന് പറയുന്നത്. ദെൻ ദേ വിൽ അണ്ടർഗോ അസംബ്ലി, ദെൻ ഒരു മെച്യൂറായിട്ടുള്ള ഫേജായിട്ട് അവർ റിലീസ് ചെയ്യപ്പെടും. സോ അവരുടെ കമ്പോണൻസ് ആയിട്ട് ഇങ്ങനെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുന്ന ഈ ഒരു ഫേസിനെ പറയുന്ന പേരാണ് എക്ലിപ്സ് ഫേസ് എന്ന് പറയുന്നത്. ആൻഡ് വൈറസ് ക്യാൻ റെപ്ലിക്കേറ്റ് ബട്ട് കനോട്ട് ഗ്രോ. റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും, അത് നിങ്ങൾക്ക് ഈ ഒരു ഫിഗറിൽ നിന്ന് മനസ്സിലാകും. അറ്റാച്ച്മെൻറ്റിന് വന്നിട്ടുള്ള സെയിം വൈറസിൻ്റെ ആ ഒരു വൈറസിനെ പോലെ തന്നെയാണ് ഫേജ് അസംബ്ലി കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന വൈറസുകളും. ഓക്കെ, റിലീസ് ചെയ്യപ്പെടുന്ന വൈറസുകളും ഒരേ ഇതിലായിരിക്കും. ഗ്രോത്ത് എന്ന് പറഞ്ഞത് വലുപ്പം കൂടിയതോ കുറഞ്ഞതോ ഉണ്ടാവില്ല. ഗ്രോത്ത് പോസിബിൾ അല്ല എന്നാണ് പറയുന്നത്. ദേ ക്യാൻ ട്രാൻസ്മിറ്റ് ഫ്രം വൺ ഹോസ്റ്റ് ടു അനദർ ആൻഡ് ക്യാൻ ബി ക്രിസ്റ്റലൈസ്ഡ്. ഇവരെ ഒരു ഇനേർട്ടായിട്ടുള്ള ഒരു ക്രിസ്റ്റലൈസ്ഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനെയാണ് ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ ഒരു അറ്റാച്ച്മെൻറ്റ് നടക്കുന്നുണ്ട്, എൻട്രി നടക്കുന്നുണ്ട്, ഡീഗ്രഡേഷൻ ഓഫ് ജനറ്റിക് മെറ്റീരിയൽ ഓഫ് ഹോസ്റ്റ് സെൽ നടക്കുന്നുണ്ട്, ദെൻ എക്ലിപ്സ് ഫേസിലുണ്ട്. എക്ലിപ്സ് ഫേസിന് ശേഷം ദേ വിൽ അണ്ടർഗോ അസംബ്ലി ഇതാവും. അങ്ങനെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ പോയി ഫിറ്റ് ചെയ്ത് കൊടുത്ത് ഒരു മെച്യൂർ ആയിട്ടുള്ള ഫേജ് ആയിട്ട് മാറും. അറ്റ് ദാറ്റ് ടൈം ദേ മേ ബി റിലീസ്ഡ് ഫ്രം ദി ഹോസ്റ്റ് സെൽ. ഹോസ്റ്റ് സെല്ലിനകത്ത് നിന്ന് റിലീസ് ചെയ്യപ്പെട്ടേക്കാം. ഓക്കെ, now we are going to discuss about the structural organization of virus. So here a lot of viruses are there. HIV virus is there, hepatitis B virus, Ebola virus, bacteriophage is there, rabies, influenza, adenovirus, etc. So basically their structural organizations are same. Coming to the structural organization, here the first one, you can see an external covering which is represented in green color, the first picture, which is known as the envelope. Envelope is actually their chemical composition is lipid membrane like. ലിപ്പിഡ് മെംബ്രെയിൻ്റെ പോലത്തെ ഒരു കെമിക്കൽ കമ്പോസിഷനാണ് ഇതിനകത്തുള്ളത്, എൻവലപ്പിനകത്തുള്ളത്. ആൻഡ് എൻവലപ്പ് ഹാസ് സം പ്രൊജക്ഷൻസ് ഓർ റിസപ്റ്റേഴ്സ് ഓർ സ്പൈക്സ്. അതിൻ്റെ മുകളിലുള്ള ആ പ്രൊജക്റ്റീവ് ബ്ലൂ കളേർഡ് ആയിട്ടുള്ള കുറേ സ്പൈക്സ് പോലത്തെ സാധനങ്ങളുണ്ടാവും. ദിസ് ആർ മെൻ ഫോർ അറ്റാച്ച്മെൻറ്റ് ടു എ സ്പെസിഫിക് സെൽ സർഫസ്. അഥവാ ഏതൊരു ഹോസ്റ്റിനെയാണോ അത് ഇൻഫെക്റ്റ് ചെയ്യുന്നത്, ആ ഇൻഫെക്റ്റ് ചെയ്യുന്ന ഹോസ്റ്റിൻ്റെ സെൽ സർഫസുമായിട്ട് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ട്രക്ചറാണ് ഈ എൻവലപ്പിൻ്റെ മുകളിലുള്ള ഈ സ്പൈക്സ് എന്ന് പറയുന്നത്. സോ ഇന്നർ ടു ദിസ് എൻവലപ്പ് യു ക്യാൻ സീ എ പ്രോട്ടീൻ കോഡ് വിച്ച് ഹിയർ ഇസ് റെപ്രസെൻറ്റഡ് ഇൻ യെല്ലോ കളർ. So this protein coat and their individual subunits are known as, this protein coat is known as capsid and the individual subunits are known as capsomeres. And it encloses or inside the capsid coat you can see their genetic material which may be DNA or RNA. In the next one, in the just below picture, you can see envelope protein, envelope, capsid coat, and here you can see a bearded like structures around bodies. They are known as capsomeres, or the individual subunit of capsid coat is known as capsomeres. And here you can see the viral genome and some enzyme. So
ഇങ്ങനെയാണ് ഒരു വൈറസിൻ്റെ ജനറൽ ഓർഗനൈസേഷൻ ഉണ്ടാവും. അപ്പോൾ എന്തൊക്കെയാണുള്ളത്? എൻവലപ്പ് ഉണ്ടാകും, ക്യാപ്സിഡ് കോട്ട് ഉണ്ടാവും, ജനറ്റിക് മെറ്റീരിയലും ഉണ്ടാവും. ഈ എൻവലപ്പ് എന്ന് പറയുന്നത് എല്ലാ വൈറസിനും ഇല്ല. ചില വൈറസിന് എൻവലപ്പ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ചിലതിന് ക്യാപ്സിഡ് കോട്ടും ജനറ്റിക് മെറ്റീരിയൽ മാത്രമേ ഉണ്ടാവുള്ളൂ. സം ആർ എൻവലപ്ഡ് ആൻഡ് സം ആർ നോട്ട്. So there is controversies among scientists regarding the status of virus, whether they are living or non-living. So they have their own points to justify their living or non-living status of the virus. First of all, we are going to discuss about living characteristics of virus. So they can reproduce at a fantastic rate, but only inside a host cell. So outside the host they are simply inert materials. Outside the host they are inactive, but if they get into the host cell, then they will reproduce. So their reproduction is different from the reproduction of other organism, but simply we will call their reproduction as simply reproduction. So the second point is that they can mutate. This is very important. കാരണം നമുക്കറിയാം, ഇപ്പോൾ കൊറോണയുടെ കേസിൽ നോക്കുമ്പോൾ കൊറോണ വൈറസിന് പല വകഭേദങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന്. സോ അതിൻ്റെ കാരണം എന്താ വെച്ചാൽ വൈറസിന് സ്വയം മ്യൂട്ടേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. സോ ഇന്ന ഒരു ഫോമിൽ നിൽക്കുന്ന ഒരു സാധനം കുറച്ച് ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വേരി ചെയ്ത് ഡിഫറെൻ്റ് ഫോമിലേക്ക് മാറും. അതാണ് ഒരു മ്യൂട്ടേഷൻ അവരുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഈവൻ ഇൻ എ സിംഗിൾ ഇൻഡിവിജ്വൽ മൾട്ടിപ്പിൾ വേരിയൻസ് ഓഫ് വൈറസ് ക്യാൻ ബി സീൻ. ഒരു ഇൻഡിവിജ്വലിനകത്ത് പോലും ഡിഫറെൻ്റ് മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള വേർഷൻസ് ഓഫ് വൈറസിനെ കാണാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് വൈറൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽറ്റിയാണ്, പർട്ടിക്കുലർലി സം RNA വൈറസ് കൊണ്ടുള്ള ഡിസീസുകളൊക്കെ. കാരണം പെട്ടെന്ന് മ്യൂട്ടേറ്റ് ചെയ്യുന്നത് വഴി നമ്മൾ ഏത് ഒരു വൈറസിനാണോ നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത്, കാരണം ആ ട്രീറ്റ്മെൻറ്റ് എഫക്റ്റീവായിട്ട് നടക്കുന്നതാവും, പക്ഷേ അതിൻ്റെ വകഭേദം നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് കില്ല് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ റാപ്പിഡ് മ്യൂട്ടേഷൻ ക്യാപ്പബിലിറ്റി ഉള്ളവരുണ്ട്, പൊട്ടൻഷ്യൽ ഉള്ളവരുണ്ട്, ചിലവർ കുറച്ച് ടൈം എടുത്ത് മ്യൂട്ടേറ്റ് ചെയ്യുന്നവരുണ്ട്. സോ അതാണ് ഇങ്ങനെ പല വേർഷൻസ് വകഭേദങ്ങളായിട്ട് ഇപ്പോൾ നമ്മൾ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊറോണ വൈറസിൻ്റെ കേസിൽ. ദെൻ ദേ ഹാവ് ജനറ്റിക് മെറ്റീരിയൽ ആൻഡ് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ ഹോസ്റ്റ് ടു അനദർ. ഒരു ഹോസ്റ്റിൽ നിന്നും വേറൊരു ഹോസ്റ്റിലേക്ക് അവർക്ക് ട്രാൻസ്മിറ്റ് ചെയ്തു പോകാനുള്ള കപ്പാസിറ്റി ഉണ്ട്. സോ ഇതാണ് ലിവിങ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് ജസ്റ്റിഫൈ ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ള പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. ദ പ്രൊപ്പോണൻസ് ഓഫ് നോൺ ലിവിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വൈറസ്, അവർക്ക് അവരുടേതായിട്ടുള്ള പോയിൻറ്റുകളുണ്ട്. ഫസ്റ്റ് പോയിൻ്റ് ഈസ് ദാറ്റ് ദേ ആർ acellular or with subcellular level of organization. That means അവർക്ക് സൈറ്റോപ്ലാസ് ഇല്ല, സെല്ലുലാർ ഓർഗനൽസ് ഇല്ല. ആൻഡ് ദേ ഡോണ്ട് ഹാവ് ദ കപ്പാസിറ്റി ഓർ ദ പൊട്ടൻഷ്യൽ ഫോർ മെറ്റബോളിസത്തിനുള്ള ഒരു പൊട്ടൻഷ്യാലിറ്റിയും അവർക്കില്ല. ആൻഡ് റെപ്ലിക്കേറ്റ് യൂസിങ് ദ മെഷീനറീസ് ഓഫ് ഹോസ്റ്റ് സെൽ. സോ ദേ ഡോണ്ട് ഹാവ് എനിത്തിങ് ദെയർ ഓൺ. അവരുടേതായിട്ട് അവർക്കൊന്നുമില്ല എക്സെപ്റ്റ് ജനറ്റിക് മെറ്റീരിയൽ ഒഴികെ. പക്ഷേ ഈ ജനറ്റിക് മെറ്റീരിയൽ ഉപയോഗിച്ച് ഹോസ്റ്റിൻ്റെ മെഷീനറീസും ഉപയോഗിച്ചിട്ടാണ് അവർ ജീവിക്കുന്നത്. സോ സ്വന്തം ഔട്ട്സൈഡ് ദ ഹോസ്റ്റ് ദേ ആർ നോൺ ലിവിങ്, ഇൻസൈഡ് ദ ഹോസ്റ്റ് ദേ ആർ ലിവിങ്. അപ്പോൾ പുറമേ അവർക്ക് ലിവിങ് പ്രോപ്പർട്ടീസ് ഒന്നും കാണിക്കില്ല. അകത്ത് കടന്നു കഴിഞ്ഞാൽ ഹോസ്റ്റിനകത്താണെങ്കിൽ ലിവിങ് പ്രോപ്പർട്ടീസൊക്കെ കാണിക്കും. സോ അതുകൊണ്ട് തന്നെ അതിനെ നോൺ ലിവിങ് ആയിട്ട് കൺസിഡർ ചെയ്യണമെന്നാണ് അവർ പറയുന്നത്. ദെൻ വാസ്റ്റ് മെജോറിറ്റി ഓഫ് വൈറസ് പോസസ് എയ്തർ DNA ഓർ RNA. DNA യോ RNA യോ ഉണ്ടാവുള്ളൂ,
ബട്ട് നോട്ട് ബോത്ത്. ഈ പോയിൻ്റ് എന്ത് പറഞ്ഞു? ഈ പോയിൻ്റ് എന്താ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വെച്ചാൽ DNA നിന്നും RNA ഉണ്ടാകുമ്പോഴാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കുന്നത്. RNA നിന്നും പ്രോട്ടീൻ ഉണ്ടാകുമ്പോഴാണ് ട്രാൻസ്ലേഷൻ നടക്കുന്നത്. സോ ഇത് സിംപ്ലി റെപ്രസെൻറ്റ്സ് അവർക്ക് സ്വന്തമായിട്ട് ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും നടത്താനുള്ള കപ്പാസിറ്റി ഇല്ല എന്നുള്ളത് തന്നെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ഈവൻ ദോ നോൺ ലിവിങ് ക്യാരക്ടേഴ്സിന് ഒരുപാട് സപ്പോർട്ട് ഉണ്ടെങ്കിൽ കൂടിയും still viruses are considered as living organism with some slight variations from the normal living organism. നോർമൽ ലിവിങ് ഓർഗാനിസത്തിൽ നിന്ന് കുറച്ച് വേരിയേഷൻസ് ഉണ്ടെങ്കിൽ കൂടിയും വൈറസസിനെ കൺസിഡർ ചെയ്തിട്ടുള്ളത് ലിവിങ് ആയിട്ട് തന്നെയാണ്. ബിക്കോസ് ജെനറ്റിക് മെറ്റീരിയൽ ഉണ്ട്, മ്യൂട്ടേഷൻ്റെ കപ്പാസിറ്റി ഉണ്ട്, അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ നോക്കുമ്പോൾ റെപ്ലിക്കേഷനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇതൊക്കെ വെച്ച് നോക്കിയിട്ട് സോ നൗ ലെറ്റ് us move more closely towards virus. So in this section we are going to explain shapes of a virus. So 4 major shapes are found in virus. Actually this classification is based on the arrangement of capsid coat or the arrangement of capsomeres. സോ പ്രോട്ടീൻ കോട്ട് എങ്ങനെയാണോ ഏത് ഷേപ്പിലാണോ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ഷേപ്പ് പറയുന്നത്, അല്ലെങ്കിൽ സിമ്മട്രി എന്ന് പറയാം. ബേസ്ഡ് ഓൺ ദി അറേഞ്ച്മെൻറ്റ് ഓഫ് ക്യാപ്സിഡ് കോട്ട് ഓർ സിംപ്ലി capsomeres. Accordingly, helical symmetry or helical viruses can be seen. Polyhedral is there, spherical viruses are there, complex with some peculiar features are also there. So first of all, helical viruses. An example for is tobacco mosaic virus with helically arranged capsid coat around RNA. RNAക്ക് ചുറ്റും ഹെലിക്കലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള ക്യാപ്സിഡ് കോട്ടാണ് ഇവർക്ക് ഉള്ളത്. ദേ ഹാവ് എ സ്ലിങ്കി ഷേപ്പ്ഡ് ക്യാപ്സിഡ്. അവർക്ക് വളരെ ടൈറ്റ് പാക്ക് ചെയ്തിട്ടുള്ള ഒരു ക്യാപ്സിഡ് കോട്ടുണ്ട് അറൗണ്ട് ദ ജനറ്റിക് മെറ്റീരിയൽ RNA. ഹിയർ ദ ജനറ്റിക് മെറ്റീരിയൽ ഈസ് RNA. The second one is polyhedral with capsid shape like a polyhedron. Here the example is adenovirus. ന്യൂമോണിയ വരെയൊക്കെ കോസ് ചെയ്യുന്ന വൈറസുകളാണ് ഇവർ. ജനറ്റിക് മെറ്റീരിയലിനെ കവർ ചെയ്തിട്ട് പോളിഹെഡ്രോൺ ഷേപ്പിലുള്ള ഒരു ക്യാപ്സിഡ് കോട്ടാണ് ഇവർക്കുള്ളത്. ദെൻ നമ്മുടെ കൊറോണ വൈറസൊക്കെ വരുന്ന കാറ്റഗറിയിലുള്ള വൈറസുകളുടെ ഷേപ്പാണ് സ്ഫെറിക്കൽ വൈറസസ് എന്നാണ് അവരറിയപ്പെടുന്നത്. സ്ഫെറിക്കലായിട്ടുള്ള ഒരു ക്യാപ്സിഡ് കോട്ടാണ് ഇവർക്കുള്ളത്. ഇവരുടെ ഒരു പ്രത്യേകത ഹെലിക്കൽ വൈറസിൻ്റെയും സ്ഫെറിക്കൽ വൈറസിൻ്റെയും കൂടിയും ഒരു ഡിഫറൻസിൽ നോക്കിക്കഴിയുമ്പോൾ ഇങ്ങനത്തെ വൈറസുകൾക്ക് ഈ ഹെലിക്കൽ വൈറസ് എൻക്ലോസ്ഡ് ഇൻ എ മെംബ്രെയിൻ നോൺ ആസ് എൻവലപ്പ്. ഹെലിക്കൽ വൈറസിന് ഒരു മെംബ്രെയിൻ കൂടെ കിട്ടുന്നുണ്ട്. ആ മെംബ്രെയിനാണ് എൻവലപ്പ്. ആ എൻവലപ്പിൻ്റെ പുറമേ എന്തുണ്ട്? കുറേ പ്രൊജക്ഷൻസ് ഉണ്ട്. ഈ പ്രൊജക്ഷൻസ് വെച്ചിട്ടാണ് ഹോസ്റ്റ് സെല്ലിൻ്റെ സർഫസിലുള്ള റിസപ്റ്റേഴ്സുമായിട്ട് ബൈൻഡ് ചെയ്ത് ഇൻഫെക്റ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്. ഓക്കെ, ആൻഡ് ദിസ് സ്പൈക്ഡ് വിച്ച് ഈസ് സ്പൈക്ഡ് വിത്ത് ഷുഗറി പ്രോട്ടീൻസ്, ദാറ്റ് മീൻസ് എ ഗ്ലൈക്കോപ്രോട്ടീൻ. അതുകൊണ്ടാണ് അതിന് ഷുഗറി പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഗ്ലൂക്കോസും പ്രോട്ടീനും കൂടി ലിങ്ക് ചെയ്തിട്ടുള്ള സ്ട്രക്ചർ. ഗ്ലൈക്കോപ്രോട്ടീൻസും ആണ് ഇവരെ ഹോസ്റ്റ് സെല്ലിനകത്തേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. അഥവാ ആ പ്രൊജക്ഷൻസ് എന്ന് പറയുന്നതിൽ ഗ്ലൈക്കോപ്രോട്ടീൻസ് ആണ് മെയിനായിട്ടുള്ളത്. അവരാണ് ഹോസ്റ്റിനെ റെക്കഗ്നൈസ് ചെയ്ത് ഇവരെ ഇൻഫെക്ഷൻ എളുപ്പാക്കുന്നത്. ദെൻ കംസ് ദ കോംപ്ലക്സ് വൈറസ്. ഹിയർ ഇറ്റ് ഈസ് ദ റെപ്രസെൻറ്റേഷൻ ഓഫ് എ ബാക്ടീരിയോഫേജ്, ദ വൈറസ് വിച്ച് ഇൻഫെക്ട് ബാക്ടീരിയ. സോ അതിനെയാണ് ബാക്ടീരിയോഫേജ് എന്ന് പറയുക. ദേ റിസംബിൾസ് ലൈക്ക് എ ലൂണാർ ലാൻഡർ, അഥവാ നമ്മുടെ ലൂണാറിനകത്ത് ലാൻഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്പേസ് ക്രാഫ്റ്റിൻ്റെ ഒരു ഫിഗർ പോലെയാണ് ഇവരുടെ. മൂണിൻ്റെയൊക്കെ മുകളിൽ
ലാൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്പേസ് ക്രാഫ്റ്റിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ പോലെയാണ് ഈ ബാക്ടീരിയോഫേജിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. വൈ ദേ ആർ നോൺ ആസ് കോംപ്ലക്സ് സിമെട്രി? സോ ഇൻ അഡീഷൻ ടു മെനി സിമെട്രി ദേ മേ ബി ഹെലിക്കൽ, പോളിഹെഡ്രൺ ഷേപ്പ് ഇസ് ദർ. അവരുടെ ഹെഡ് നോക്കുക, ഹെഡ് പോളിഹെഡ്രൺ ആണ്. ദെൻ അവരുടെ ടെയിൽ നോക്കുക, ടെയിലിൻ്റെ സമയത്ത് ഒരു ഹെലിക്കൽ ഷേപ്പാണ് അവർക്ക് കാണാൻ പറ്റുക. ആൻഡ് അഡീഷണലി അവർക്ക് കുറേ വേറെ സ്ട്രക്ചേഴ്സ് ഉണ്ട്. ടെയിൽ ഫൈബേഴ്സ്, ചിലന്തിയുടെയൊക്കെ കാല് പോലത്തെ കുറേ കാലുകളുണ്ട്. അതാണ് ടെയിൽ ഫൈബേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കുറച്ച് അഡീഷണൽ സ്ട്രക്ചേഴ്സും കൂടി ഉള്ളത് കൊണ്ട് അങ്ങനെയുള്ള സിമ്മട്രി ഉള്ള ആളുകളെയാണ്, ഷേപ്പുള്ള ആളുകളെയാണ് കോംപ്ലക്സ് വൈറസസ് എന്ന് പറയുന്നത്. In the previous slide, we discussed about the structure of virus. Essentially, every virus should have their genetic protein code, genetic material. Some viruses are peculiar by the presence of an external covering which is known as envelope. So first of all, the structure of the virus. First we will explain about capsid coat. So capsid is the protein coat or shell which protects the innermost genetic material. So this shell enclosed with nucleic acid is known as nucleocapsid. A capsid together with nucleic acid is known as nucleocapsid. And this shell has got some functions. And it includes, it protects the genetic material from digestion by the enzymes of host. So if ഒരു വൈറസ് ഒരു ഹോസ്റ്റിനകത്തേക്ക് കടക്കുകയാണെങ്കിൽ, ആ വൈറസ് ആസ് എ ഹോളാണ് ഇൻഫെക്റ്റ് ചെയ്യുന്നതെങ്കിൽ, ഇവിടെ പുറത്തുനിന്ന് വരുന്ന വൈറസിനെ ആൻറ്റിജനായിട്ട് ഒരു ഹോസ്റ്റ് സെല്ല് കൺസിഡർ ചെയ്യുകയും അവരെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യും. അപ്പം ആ സമയത്ത് ഹോസ്റ്റിൻ്റെ ഡൈജസ്റ്റീവ് എൻസൈമിൽ നിന്നും ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ആരാണ്? ഈ ക്യാപ്സിഡ് കോട്ടാണ്. ദെൻ ഇറ്റ് കണ്ടെയ്ൻസ് ദ സ്പെഷ്യൽ സൈറ്റ്സ് ഓൺ ഇറ്റ്സ് സർഫസ് ടു അലോ ദ അറ്റാച്ച്മെൻറ്റ് വിത്ത് ദ ഹോസ്റ്റ് സെൽ. ഹോസ്റ്റ് സെല്ലുമായിട്ട് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന സ്ട്രക്ചേഴ്സ് ഏതിനകത്തുണ്ട്? ക്യാപ്സിഡ് കോട്ടിനകത്തുണ്ട് എന്നാണ് പറയുന്നത്. ദെൻ ഇറ്റ് പ്രൊവൈഡ്സ്, ഇറ്റ് എനാബിൾ വൈറിയോൺ. വൈറിയോൺ മീൻസ് എ ഫുള്ളി ഇൻഫെക്റ്റഡ് ഫോം ഓഫ് വൈറസ് ടു പെനിട്രേറ്റ് ദ ഹോസ്റ്റ് സെൽ മെംബ്രെയിൻ ആൻഡ് ഇൻ സം കേസസ് ടു ഇൻജെക്ട് ദ ഇൻഫെക്ഷ്യസ് ന്യൂക്ലിക് ആസിഡ് ഇൻ ടു ദ സെൽ സൈറ്റോപ്ലാസം. സോ ഇൻ ദിസ് കേസ് ഞാൻ പറഞ്ഞു, ചിലപ്പോൾ വൈറസ് ആസ് എ ഹോൾ ഒരു ഓർഗാനിസത്തിൻ്റെ അകത്തേക്ക് ചെല്ലാം. ചില വൈറസുകൾ ചെയ്യുന്നത്, അവർ ഹോസ്റ്റിൻ്റെ സെൽ സർഫസിൻ്റെ മുകളിലെത്തുകയും അവിടുന്ന് ക്യാപ്സിഡ് കോട്ട് വെച്ചിട്ട് ഇവരുടെ സെല്ലിനെ റെക്കഗ്നൈസ് ചെയ്തതിന് ശേഷം അവരുടെ ജനറ്റിക് മെറ്റീരിയൽ മാത്രമേ ഹോസ്റ്റിൻ്റെ സെല്ലിനകത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അവരുടെ പ്രോട്ടീൻ കോട്ട് അങ്ങനെ പുറത്ത് നിൽക്കുക ചെയ്യുക. അങ്ങനെയുള്ള ഒരു പ്രോട്ടീൻ കോട്ടിനെയാണ് ഗോസ്റ്റ് സെൽസ് എന്ന് പറയുക. അഥവാ അവരുടെ ജീവൻ പോയിട്ടുണ്ട്, ജനറ്റിക് മെറ്റീരിയൽ പോയിട്ടുണ്ട്, അപ്പോൾ ഒരു പ്രേതം പോലെ നിൽക്കുന്ന സെൽസ് എന്നുള്ള രീതിയിലാണ് അതിനെ ഗോസ്റ്റ് സെൽസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ഗോസ്റ്റ് സെൽ? ഗോസ്റ്റ് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറ്റിക് മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് വാട്ട് ഈസ് ലെഫ്റ്റ്, അവിടെ പുറമേ ഉള്ളത് എന്താണോ അവശേഷിക്കുന്നത് അവരുടെ പ്രോട്ടീൻ കോട്ട് മാത്രം. സോ ഇൻ ദിസ് കേസ് ദിസ് capsid coat helps എന്തിനു വേണ്ടിയിട്ട്? ടു പെനട്രേറ്റ് ദ ഹോസ്റ്റ് സെൽ മെംബ്രെയിൻ ആൻഡ് ടു ഇൻജെക്ട് ഇൻഫെക്ഷ്യസ് ന്യൂക്ലിക് ആസിഡ്. സോ അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടിയുള്ളത്, അണ്ടർ റൈറ്റ് കണ്ടീഷൻ വൈറൽ RNA ഇൻ എ ലിക്വിഡ് സസ്പെൻഷൻ, വൈറൽ ജനറ്റിക് മെറ്റീരിയലിന് ലിക്വിഡ് സസ്പെൻഷനിൽ നിൽക്കുകയാണെങ്കിൽ അവയ്ക്ക് ചുറ്റും ക്യാപ്സിഡ് കോട്ടിനെ സൈമൾട്ടേനിയസ് ആയിട്ട് ദേ ക്യാൻ അസംബിൾ എ ക്യാപ്സിഡ് ടു ബിക്കം എ ഫങ്ഷണൽ ഇൻഫെക്ഷ്യസ് വൈറസ്. അഥവാ ആ സസ്പെൻഷനിൽ പ്രോട്ടീൻ കോട്ട് ഉണ്ടെങ്കിൽ, പ്രോട്ടീൻ മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ, ആ പ്രോട്ടീൻ മോളിക്യൂൾസിനെ ഈ ജനറ്റിക് മെറ്റീരിയലിന് ചുറ്റും സറൗണ്ട് ചെയ്യിപ്പിക്കാനുള്ള കപ്പാസിറ്റി ആർക്കുണ്ട്? വൈറസിനുണ്ട് എന്നാണ് പറയുന്നത്.
So next is their genetic material or nucleic acid. It may range from few kilo base pairs to 1.2 mega base pairs. മെഗാ ബേസ് പെയർ വരെ, അഥവാ ഏതാനും ജീനുകളിൽ നിന്നും ഒരു 4-5 ജീനുകളിലൊക്കെ ഉണ്ടാകുന്ന രീതിയിലുള്ള ജനറ്റിക് മെറ്റീരിയൽ അവർക്കുണ്ട്. ഫ്യൂ കിലോ ബേസ് പെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വെരി ലിമിറ്റഡ് നമ്പർ ഓഫ് ജീൻസേ ഉണ്ടാവുള്ളൂ. മെഗാ ബേസ് പെയറൊക്കെ ആയി വരുമ്പോൾ ഏതാനും കുറച്ച് ഫ്യൂ ജീൻസുകളൊക്കെ ഉണ്ടാവും. ഇനി just as in cell, the nucleic acid of each virus encodes the genetic information needed for them. അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രോട്ടീൻ സിന്തസിസിന് വേണ്ടിയിട്ടുള്ള എല്ലാ ജനറ്റിക് ഇൻഫർമേഷൻസും ഈ ന്യൂക്ലിക് ആസിഡിലാണ് ഉണ്ടാവുക. അഥവാ ന്യൂക്ലിക് ആസിഡ് ജനറ്റിക് മെറ്റീരിയൽ DNA ആവാം, RNA ആവാം. ദെൻ while the double stranded DNA is responsible for this in prokaryotic and eukaryotic cell, ചില double-stranded DNA is responsible for this in prokaryotic and eukaryotic cell. Only a few groups of viruses are use DNA as their genetic material. So most of the viruses, അവരുടെ genetic material എന്ന് പറയുന്നത് will be RNA ആയിരിക്കും. But a few users use DNA as their genetic material. And most of the viruses maintain all their genetic information within a single stranded RNA. നോർമലി RNA വൈറസുകളാണ് RNA വൈറസുകളാണ് കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി RNA വൈറസുകൾ, there are 2 types of RNA based viruses. In most, the genomic RNA is termed a plus strand because it acts as a messenger RNA. ചില RNA വൈറസുകളിൽ ഒരു സിംഗിൾ സ്ട്രാൻഡ് ഉണ്ടാകും. ആ സിംഗിൾ സ്ട്രാൻഡ് എന്ന് പറയുന്നത് ഡയറക്റ്റായിട്ട് മെസ്സഞ്ചർ RNA ആയിട്ട് ആക്ട് ചെയ്യും ആൻഡ് ഡയറക്റ്റ് ദ സിന്തസിസ് ഓഫ് വൈറൽ പ്രോട്ടീൻ. അപ്പോൾ ഇവിടെ നമ്മളെങ്ങനെയാണ് ശരിക്കും ഒരു പ്രോട്ടീൻ സിന്തസിസിൻ്റെ ഒരു ഇതെന്നുള്ളത് ഞാൻ നെക്സ്റ്റ് സ്ലൈഡിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, ആ സമയത്ത് പറഞ്ഞുതരാം. ദെൻ എ ഫ്യൂ RNA viruses use a deviated mechanism to produce proteins. That is, a few RNA virus synthesize RNA dependent, so they have an enzyme reverse transcriptase which initiate RNA dependent RNA synthesis to produce a complementary DNA molecule. From that they will synthesize their messenger RNA and viral proteins. So in this figure you can see how some RNA virus directly act as plus strands and will produce respective proteins. So some RNA viruses use a special mechanism to produce their protein. So they are known as retroviruses. Why they are known as RNA retroviruses? Because they have reverse transcriptase enzyme are capable of producing DNA from RNA. So here is the pictorial representation of that. Reverse transcriptase or RT from single stranded RNA template will produce polymerization, will produce a RNA DNA hybrid. That means from the upper one represents the RNA and the lower one which is കോംപ്ലിമെൻ്ററി DNA, അഥവാ ഈ RNAക്ക് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ഒരു DNA പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൻസൈം റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ്. ഫ്രം ദിസ് DNA RNA hybrid, this RNA gets severed or it may be separated from this structure, and from this single stranded DNA
here this single-stranded DNA is known as complementary DNA, will produce a double-stranded DNA. Okay? So after that, in the right side picture, you can see a virus, retrovirus infect the cell. Then endocytosis, that it get into the cell. It will left their protein code outside. Then their genetic endocytosis is there. Uncoating occurs. Then viral RNA introduced into the cytoplasm of a cell. Then this viral RNA, with the help of reverse transcriptase, will produce their double-stranded DNA. And with the help of another enzyme integrase, they will integrate this double-stranded DNA into the host cell. Integration into the host cell. And during transcription of the host cell, this viral DNA also get transcribed. So നോർമലി ഹോസ്റ്റ് സെല്ല് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്ന സമയത്ത് ഈ വൈറസിൻ്റെ ജീനോമും കൂടി ട്രാൻസ്ക്രിപ്ഷൻ നടക്കും. ദെൻ ട്രാൻസ്ക്രിപ്ഷൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് mRNA. ദിസ് mRNA will transported back to this mRNA will transported to the cytoplasm where it undergoes translation. പ്രോട്ടീൻ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പ്രോട്ടീൻ ഉണ്ടാക്കും, or may get assembled to form a new വൈറസ്. ഒരു പുതിയൊരു വൈറസ് ഉണ്ടായി, അസംബിൾ ചെയ്തു, ജനറ്റിക് മെറ്റീരിയലും ക്യാപ്സിഡ് കോട്ടൊക്കെ കുറേ ഉണ്ടാക്കി അസംബിൾ ചെയ്തു, അവർ പുറത്തേക്ക് തിരിച്ചു പോകുന്നു. ന്യൂ വൈറിയോൺ അഥവാ പുതിയ ഒരു ഇൻഫെക്ഷൻ കോസ് ചെയ്യാനുള്ള ഒരു വൈറസായിട്ട് തിരിച്ചു പോകുന്നു. സോ ഇനി ലാസ്റ്റ് സ്ട്രക്ചറിനെ കുറിച്ചിട്ട് പറയുകയാണ് എൻവലപ്പ്. സോ മെനി ടൈപ്സ് ഓഫ് വൈറസസ് ആർ എൻവലപ്ഡ്. ഒരു ഗ്ലൈക്കോപ്രോട്ടീൻ എൻവലപ്പ് കാണാറുണ്ട് അറൗണ്ട് ദ ന്യൂക്ലിയോ ക്യാപ്സിഡ്. മോസ്റ്റ്ലി അതൊരു ആനിമൽ വൈറസിൻ്റെ പ്രത്യേകതയാണ് എൻവലപ്പ് എന്ന് പറയുന്നത്. ബിക്കോസ് ആനിമൽസിനകത്തുള്ള മെംബ്രെയിനിൽ നിന്നുമാണ് ഇവർക്ക് ഈ എൻവലപ്പ് കിട്ടുന്നത്. അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം നെക്സ്റ്റ് ആയിട്ട്. ദ കെമിസ്ട്രി ഓഫ് എൻവലപ്പ് ഇസ് ലിപ്പിഡ് പ്രോട്ടീൻ ബൈലെയർ പോലെയുള്ളതാണ്. സോ ദാറ്റ് മേ ബി വൈറൽ ഇൻ ഒറിജിൻ ഓർ മേ ബി ഡിറൈവ്ഡ് ഫ്രം ഹോസ്റ്റ് സെൽ. ചിലപ്പോൾ ഈ എൻവലപ്പ് കൊടുക്കുന്നത് ഹോസ്റ്റ് സെല്ലായിരിക്കാം, അല്ലെങ്കിൽ വൈറൽ ജീനോമിനകത്ത് തന്നെ എൻവലപ്പ് ഉണ്ടാക്കാനുള്ള ഒരു ജനറ്റിക് ഇൻഫർമേഷൻ ഉണ്ടാവാറുണ്ട് ചില കേസിൽ. ഇനി ദ വൈറസ് ഒബ്റ്റെയിൻ ദ ലിപ്പിഡ് മോളിക്യൂൾ ഫ്രം ദ സെൽ മെംബ്രെയിൻ ഡ്യൂറിങ് ദ വൈറൽ ബഡ്ഡിംഗ് പ്രോസസ്. ദിസ് വൈറൽ ബഡ്ഡിംഗ് പ്രോസസ് വിൽ എക്സ്പ്ലെയിൻ later. However, the virus replaces the proteins in the cell membrane with its own protein. So, നമുക്കൊരു മെംബ്രെയിൻ കിട്ടുമ്പോൾ, ഹോസ്റ്റിൻ്റെ സെല്ലിനകത്തുള്ള മെംബ്രെയിൻ കിട്ടുമ്പോൾ, ആ മെംബ്രെയിനകത്ത് ഹോസ്റ്റിൻ്റെ മെംബ്രെയിനകത്തുള്ള പ്രോട്ടീൻസ് ആയിക്കാരം ഉണ്ടാവുക. അതിനെയൊക്കെ മൊത്തം ഈ വൈറസ് പിന്നീട് റീപ്ലേസ് ചെയ്യും, ക്രിയേറ്റിംഗ് എ ഹൈബ്രിഡ് സ്ട്രക്ചർ ഓഫ് സെൽ ഡിറൈവ്ഡ് ലിപ്പിഡ്സ് ആൻഡ് വൈറസ് ഡിറൈവ്ഡ് പ്രോട്ടീൻസ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഹൈബ്രിഡ് സ്ട്രക്ചറിനകത്ത് എന്താണ് ഉണ്ടാവുക? ഒരു ലിപ്പിഡ് സ്ട്രക്ചർ അത് അവരെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും. ആ ലിപ്പിഡ് സ്ട്രക്ചറിൻ്റെ അകത്ത് ഹോസ്റ്റിൻ്റെ മുകളിലുണ്ടായിരുന്ന പ്രോട്ടീനെ റീപ്ലേസ് ചെയ്തിട്ട് ഇവരുടെ പ്രോട്ടീനാക്കും. അതെന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? ഇവർക്ക് അടുത്ത ആളെ പോയി ഇൻഫെക്റ്റ് ചെയ്യണം. നോർമൽ ഹോസ്റ്റിൻ്റെ സെല്ലാണെച്ചെങ്കിൽ അവർക്ക് ഇൻഫെക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്യും? എൻവലപ്പിനെ അവിടെ പിടിച്ചു നിർത്തും. എൻവലപ്പ് അവിടെ തന്നെ കിടക്കും. എൻവലപ്പിൻ്റെ ലിപ്പിഡ് ലെയർ കെമിസ്ട്രി അവർ ഈ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും. എൻവലപ്പിൻ്റെ മുകളിലുള്ള പ്രോട്ടീൻസിനെ ഇവർ റീപ്ലേസ് ചെയ്തിട്ട് ഇവരുടെ പ്രോട്ടീൻസാക്കി മാറ്റും. ഇനി മെനി വൈറസ് ആൾസോ ഡെവലപ്പ് സ്പൈക്സ് മെയ്ഡ് ഫ്രം ഗ്ലൈക്കോപ്രോട്ടീൻസ് ഓൺ ദെയർ എൻവലപ്പ് ദാറ്റ് ഹെൽപ്പ് ദം ടു അറ്റാച്ച് വിത്ത് സ്പെസിഫിക് സെൽ റിസപ്റ്റേഴ്സ്. അഥവാ ചില ആളുകൾ കുറേ സ്പൈക്ക് കൂടെ ഉണ്ടാക്കും, ഗ്ലൈക്കോപ്രോട്ടീൻ സ്പൈക്സ്. അതെന്ത് ചെയ്യും? സ്പെസിഫിക്കലി ഒരു ഹോസ്റ്റ് സെല്ലിനെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി ഇവരെ സഹായിക്കും. അപ്പോൾ ഇവർക്ക് എന്തൊക്കെയുണ്ട്? ഇവരുടെ എൻവലപ്പിൻ്റെ മുകളിൽ ഇവർ പ്രോട്ടീൻ കോട്ട് ഒരു പ്രോട്ടീൻ്റെ കുറേ ഈ സ്ട്രക്ചേഴ്സ് അവർ പ്രൊഡ്യൂസ് ചെയ്യും. ദെൻ അവരുടെ പ്രോട്ടീൻ കൂടാതെ ഗ്ലൈക്കോപ്രോട്ടീൻസിനെ അവരുണ്ടാക്കും പുതുതായിട്ടുള്ളത്. അവരുടെ
ഇൻഫെക്ഷൻ എഫക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇൻ ദിസ് പിക്ചർ ഇറ്റ് ഈസ് ക്വൈറ്റ് എവിഡൻറ്റ് ദാറ്റ് how a virus gets an envelope. So during infection, the first step, viral glycoproteins will be there. Viral capsid will be introduced into the cell. So during their release, host cytoplasmic membrane will cover or will form an envelope around this viral capsid. So this process is the third step, which is known as budding of enveloped virus with the cytoplasmic or whatever the membrane. എവിടെ വെച്ചിട്ടാണോ വൈറസ് മെച്ചുവർ ആവുന്നത്, ചിലവർ ന്യൂക്ലിയസിൽ വെച്ച് മെച്ചുവർ ആവുന്നവരുണ്ടാകും, ചിലവർ വേറെ ഏതെങ്കിലും റൂട്ടിൽ മെച്ചുവർ ആവുന്നവരുണ്ടാകും. ന്യൂക്ലിയസിൽ വെച്ച് മെച്ചുവർ ചെയ്യുന്ന വൈറസിന് കിട്ടുന്ന എൻവലപ്പ് ന്യൂക്ലിയർ മെംബ്രെയിൻ ആയിരിക്കും. പക്ഷേ മോസ്റ്റ് ഓഫ് ദ വൈറസിനും കിട്ടുന്നത് സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻ ഓഫ് ഹോസ്റ്റ് സെല്ലായിരിക്കും. ആനിമൽ സെൽസിൻ്റെ സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻ ആയിരിക്കും മിക്കവാറും കിട്ടുക. അപ്പോൾ ഇവരെന്താ ചെയ്യുക, റിലീസ് ചെയ്യുന്ന സമയത്ത് ഇവരുടെ ക്യാപ്സിഡ് കോട്ടിൻ്റെ പുറമെ അവരുടെ വൈറൽ ഗ്ലൈക്കോപ്രോട്ടീൻസ് ഉള്ള ആ പാർട്ടിൽ നിന്നും അവർക്ക് എന്തുകൂടെ കിട്ടും, ലിപ്പിഡ് മെംബ്രെയിനും കൂടെ കിട്ടും. സൈറ്റോപ്ലാസത്തിൻ്റെ കെമിസ്ട്രി എന്ന് പറയുന്നത് സൈറ്റോപ്ലാസത്തിൻ്റെ മെംബ്രെയിൻ്റെ കെമിസ്ട്രി എന്ന് പറയുന്നത് ലിപ്പിഡ് മെംബ്രെയിൻ കെമിസ്ട്രിയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു എൻവലപ്പ് കിട്ടും. ആ എൻവലപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അവരതിൽ നിന്നും ബഡ് ഓഫ് ചെയ്യും. ദെൻ എൻവലപ്പ്ഡ് വൈറസ് ആയിട്ട് മാറും. സോ എങ്ങനെയാണ് വൈറസിന് എൻവലപ്പ് കിട്ടുന്നത് എന്നുള്ളത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കാരണം മെംബ്രെയിൻ ഏതായിക്കോട്ടെ, സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻ ആവാം, ന്യൂക്ലിയർ മെംബ്രെയിൻ ആവാം, വാട്ട് എവർ മേ ബി ദ റെപ്രസെൻറ്റേറ്റീവ്, ഒരു ഏത് മെംബ്രെയിനും ആവാം. ബട്ട് എസെൻഷ്യൽ പ്രോസസ് ആർ സെയിം. എങ്ങനെയാണ് അവർക്ക് കിട്ടുന്നത് എന്നുള്ളത് സെയിം ആണ്. സോ എന്തുകൊണ്ടാണ് എല്ലാവർക്കും എൻവലപ്പ് കിട്ടുന്നത്, എല്ലാവർക്കും കിട്ടാത്തത്? കാരണം ചില ആളുകൾ ഈ ഒരു റൂട്ടല്ല അവർ ഉപയോഗിച്ച് പോവുക. അവരുടെ എന്താണോ അവർ അവിടെ കൊണ്ടുവന്നിട്ടുള്ളത് അത് മാത്രം എടുത്തിട്ടേ പോവുള്ളൂ ചില വൈറസുകൾ. പക്ഷേ ചിലവരിങ്ങനെ എൻവലപ്പ് ചെയ്തിട്ട് പോകും. നമ്മളെ കൊറോണ വൈറസൊക്കെ എൻവലപ്ഡ് ആയിട്ടുള്ള വൈറസാണ്. ഇൻ ദിസ് സ്ലൈഡ് ഇറ്റ് ഈസ് നോട്ട് ആക്ച്വലി ഇൻക്ലൂഡഡ് ഇൻ യുവർ സിലബസ്. ഹൗ സോപ്പ് വർക്ക്സ് ഓൺ വൈറസ്. വൈറസിൻ്റെ മുകളിൽ എങ്ങനെയാണ് സോപ്പ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. സോ ആസ് ഐ മെൻഷൻഡ് ഏർലിയർ ദാറ്റ് കൊറോണ വൈറസ് എന്നൊക്കെ പറയുന്നതൊക്കെ ഒരു എൻവലപ്ഡ് ആയിട്ടുള്ള വൈറസാണ്. അഥവാ ലിപ്പിഡ് ബൈലെയർ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള, അഥവാ എൻവലപ്ഡ് വിച്ച് ഇസ് ഡിറൈവ്ഡ് ഫ്രം ഹോസ്റ്റ് സെൽ. ആ ഒരു ലിപ്പിഡ് ക്യാരക്ടറുള്ള ഒരു എണ്ണമയമുള്ള ഒരു ലിപ്പിഡ് ബൈലെയറാണ് അവർക്കുള്ളത്. ആ ലെയറിനെ സോപ്പ് കൊണ്ട് നമ്മൾ കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ലിപ്പിഡ് ബൈലെയർ നശിച്ചു പോകും. അങ്ങനെ നശിച്ചു പോകുമ്പോൾ ഇന്നറിലുള്ള കണ്ടൻസ് മൊത്തം പുറത്തേക്ക് അവർ എക്സ്പോസ്ഡ് ആയി പോകും. അപ്പോൾ ഇവർക്ക് ഈ പ്രോട്ടീൻ കോട്ടും ജനറ്റിക് മെറ്റീരിയലും എൻവലപ്പൊക്കെ ഉള്ള സമയത്ത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ഹോസ്റ്റിനെ പോയിട്ട് ഇൻഫെക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഹോസ്റ്റിനെ പോയി ഇൻഫെക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻവലപ്പിൻ്റെ മുകളിലുള്ള പ്രോട്ടീൻസ് മൊത്തം അവരെ ഹെൽപ്പ് ചെയ്യണം. കാരണം എൻവലപ്പിൻ്റെ മുകളിൽ എന്തുണ്ട്, സ്പൈക്സ് ഉണ്ട്, അല്ലെങ്കിൽ ഗ്ലൈക്കോപ്രോട്ടീൻസ് ഉണ്ട്, ഷുഗറി പ്രോട്ടീൻസ് ഉണ്ട്. ഇതാണ് ഒരു പർട്ടിക്കുലർ ഹോസ്റ്റ് സെല്ലിനെ അവരെ ഇൻഫെക്റ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്. സോ ഈ സോപ്പ് പോയി കഴിഞ്ഞാൽ അവരുടെ എൻവലപ്പ് മൊത്തം ബ്രേക്കായി പോകും. അപ്പോൾ ആ സോപ്പിൻ്റെ നേച്ചർ കാരണം ഈ ലിപ്പിഡ് ബൈലെയർ മൊത്തം നശിച്ചു പോകും. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ആ ഒരു ഇൻഫെക്റ്റ് ചെയ്യാനുള്ള പ്രോട്ടീൻസും അതിൻ്റെ കൂടെ നശിച്ചു പോകും. സോ ദിസ് ഇസ് ഹൗ സോപ്പ് വർക്ക്സ് ഓൺ വൈറസസ്. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് വൈറസ്. In the next class we will discuss about viral multiplication. So